Hi friends, my name is Neeta. Welcome to Neeta's Dreams. ഇന്ന് ഞാൻ ഓണമൊക്കെ വരെയില്ലേ, അപ്പോൾ എന്തായാലും ഒരു ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീറ്റ്റൂട്ട് ഇങ്ങനെ പറയണ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് അരയ്ക്കാൻ പോകേണ്ട തേങ്ങ ചിരകി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരയ്ക്കാം, പിന്നെ മിക്സിയിലിട്ട് അരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ആ തേങ്ങ നമുക്ക് ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടി ഞാൻ നല്ലോണം അരച്ചിട്ടുണ്ട്. ഒരു കാര്യം മറന്നു പോയിട്ടോ, നമുക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയുടെ ഒപ്പം തന്നെ ഉപ്പും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരയ്ക്കുക. ചിലപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങളത് തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്ക് ആദ്യം ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചില്ലേ, അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ടിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് വെന്ത് കഴിയുമ്പോൾ വേണം നമുക്ക് അരപ്പൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് അരപ്പില്ലേ, തേങ്ങയും നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഉപ്പും കൂടി ചേർത്ത് വെച്ച അരപ്പ് പയ്യെ ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ ഈ നേരത്തെ നമുക്കൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് അരപ്പെല്ലാം ചേർത്ത ശേഷം നമുക്കൊന്ന് നല്ലോണം കുറച്ച് നേരം, 3 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ബീറ്റ്റൂട്ടും അരപ്പും കൂടി അങ്ങോട്ട് നല്ലോണം ഇളക്കിയ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എൻ്റെ കുറച്ച് വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനിത് രണ്ടാമത് പിടിച്ചതാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തരാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ തൈരില്ലേ, തൈര് ഒന്ന് മിക്സിയിലിട്ട് ഞാൻ അടിച്ചായിരുന്നു. എന്നിട്ട് ആ തൈര് ചേർത്ത ശേഷം കടുക് ചെയ്തേക്കണേ. കടുക് താളിക്കാനായിട്ട് ഉണക്കമുളകും വേപ്പിലയും കടുകും മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറായിട്ടോ. ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ കേട്ടോ. തൈര് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചേർക്കുക. അതിന് ശേഷം നല്ല കുറുകിയിരിക്കണം. ഇത് ഇത്തിരി വെള്ളം പോലെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പച്ചടി നല്ല കുറുകിയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല കട്ട തൈര് തന്നെ ചേർക്കുക എല്ലാവരും. എന്നിട്ട് നമുക്ക് ഉപ്പും ഒക്കെ ഒന്ന് അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. തൈരിൻ്റെ പുളി പോലെ ഇരിക്കും ഉപ്പ് ചേർക്കണത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഉണക്കമുളകും കടുകും വേപ്പിലയും ചേർക്കുക. ഇത്രയും സിമ്പിളായ കറിയാണ്. അപ്പോൾ എല്ലാവരും ബീറ്റ്റൂട്ട് പച്ചടി ഓണത്തിന് വീട്ടിലുണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഓക്കെ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.